ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണേ കാണിക്കണം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നും രാവിലെ അങ്ങനെ തല കുളിക്കണ പാർട്ടിയൊന്നുമല്ല. പിന്നെ ചില ദിവസങ്ങളിൽ തോന്നും തല കുളിക്കാൻ. അങ്ങനെ അങ്ങ് കുളിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചായയാണ് രാവിലത്തെ എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒന്നും ചെയ്യാൻ ഒരു 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 ഇത് കാണൂല നമുക്ക്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ ചോറ് കൊടുത്ത് വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് എങ്ങനെയൊക്കെയോ പെട്ടെന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എന്താ രാവിലെ തന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാള മീനാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴത്തെയും പോലെ പൊരിക്കാനും കറി വയ്ക്കാനുമായിട്ട് കൂടെ എൻ്റെ സഹായിയും ഉണ്ട്, എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് വെക്കണം. അങ്ങനെ തേങ്ങ അരച്ച് മീൻ കറി വെക്കുകയാണ്. അതുപോലെ നമ്മുടെ എന്താ കിഴങ്ങ്, അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് വെന്തു. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതുപോലെ ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതും നമ്മൾ അതിലോട്ടിട്ട് പിന്നെന്താ അത് കഴിഞ്ഞിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് പുരട്ടാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഞാനത് പുറത്തോട്ടാണ് വെക്കണത്. പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ പിന്നെ എന്താ ഈ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? തുടുപ്പ് അറിയായിരിക്കും, തുടുപ്പെന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഞാൻ എന്നും ഇതിലൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മുടെ കിഴങ്ങ് ഇളക്കൂലേ, അത് ഞാൻ ഇങ്ങനെ അല്ല ചെയ്യണം, നമ്മുടെ സ്പൂണൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഇത് വെച്ചൊന്ന് ചെയ്താലോ എന്ന് തോന്നി, അങ്ങനെ ചെയ്യണതാണ്. സത്യം പറഞ്ഞാൽ അടുത്ത അബദ്ധമായി എന്ന് എനിക്ക് തോന്നി. നല്ല ചൂട് കണ്ടറിയാലോ, മറ്റേ ആവി വരണത് നല്ല ചൂടായിരുന്നു. പിന്നെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങ് ചെയ്തു. സത്യത്തിൽ ഇത് നമ്മൾ തറയിലൊക്കെ ഇരുന്ന് അതിലിങ്ങനെ ചവിട്ടി പിടിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണം. ഇത് പിന്നെ എന്തോ ഇതിലങ്ങ് ചെയ്ത്. ഇത് ശരിക്കും ഇങ്ങനെയൊന്നുമല്ല. ഞാൻ പണ്ട് കുഞ്ഞിലെ അമ്മയൊക്കെ വീട്ടിലിങ്ങനെ ചെയ്യുമായിരുന്നു. ചെയ്തിട്ട് മറ്റേ ഈ തുടുപ്പ് സാധനം അതിൽ കുറച്ച് കിഴങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് തരുമായിരുന്നു, നമ്മൾ കഴിക്കും. അതൊക്കെ ഒരു കാലം. പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നേ, ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ പൊരിച്ചത്, ചാള ഫ്രൈ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുമായി. പിന്നെ ഞാൻ ഓർത്ത് പരിപ്പും കൂടി വയ്ക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ കുക്കറിൽ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പയറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ച് മാറ്റി വെച്ചു. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അരപ്പ്, തേങ്ങ, അതുപോലെ മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് വെളുത്തുള്ളി അതും കൂടി ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് വറുക്കാനായിട്ട്, കടുക് വറുക്കാനായിട്ട് ചട്ടിയിൽ എണ്ണ ചൂടായപ്പോൾ അതിലോട്ട് കുറച്ച് കടുകിട്ടു. അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞത്, കുഞ്ഞുള്ളി അരിഞ്ഞതിട്ട്, അതുപോലെ വറ്റൽമുളക് അപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇട്ടത്, ഇല്ലെങ്കിൽ വേണ്ട. അതൊക്കെ ഇട്ട് ഒന്ന് വാട്ടി സംഭവമൊക്കെ ചെയ്തിട്ട് അതിലോട്ട് ഈ മിക്സ് അടിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഇട്ട് അതൊന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. തിളച്ചാൽ കയ്യിൽ നിന്ന് പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എൻ്റെ അനിയത്തിയാണ് എനിക്ക് എടുത്തു തന്നത്. ശരിക്കും എന്നെ കളിയാക്കിയിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ചേച്ചിക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി പാത്രം കഴുകൊക്കെ. എനിക്ക് ശരിക്കും ഈ പാത്രം കഴുകി അവിടെ ഒന്ന് വൃത്തിയാക്കി എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാം ഫൈനലായിട്ട് അവിടെയൊക്കെ ഒന്ന് കഴുകി പിന്നെ അടിച്ച് വാരി വൃത്തിയാക്കിയാൽ നമ്മുടെ ജോലി കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ ചോറ് കൊടുത്ത് വീണുകൊണ്ട് മാത്രമാണ് കുറച്ചധികം വെക്കേണ്ടി വന്നതെല്ലാം. അപ്പോൾ അങ്ങനെ. പിന്നെ വേറെന്താ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെന്താ, ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണുമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മീൻ കറി, മീൻ പൊരിച്ചത്, തോരൻ, കിഴങ്ങ്, പരിപ്പ് കറി എല്ലാം ആയി. അപ്പോൾ അത്രയേ